നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ജില്ലയിലെത്തി. സുരക്ഷിതവും സുതാര്യവുമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ജില്ലകളിലുള്ള സാഹചര്യം വിലയിരുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ UDF സ്ഥാനാർത്ഥി ഡീൻ തന്നെയെന്ന് ഉറപ്പിച്ച പ്രവർത്തകർ. ഇതോടെ തോട്ടം മേഖലകളിൽ ഡീനിനായി ബോർഡുകൾ സ്ഥാപിച്ച് പ്രചാരണം ആരംഭിച്ചു. ഇടതുപക്ഷം മുൻകൂട്ടി പ്രചാരണം ആരംഭിച്ചെങ്കിലും ഇടുക്കി കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് ഡീൻ കുര്യാക്കോസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഹിന്ദു അവകാശ മുന്നേറ്റ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നു. താലൂക്ക് തല വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് ഈ മാസം 9, 10 തീയതികളിൽ. പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ വനിതാ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കട്ടപ്പനയിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. ഈ വർഷത്തെ വനിതാ ദിന പ്രമേയം വർദ്ധിച്ച വനിതാ പങ്കാളിത്തം നാടിന്റെ പുരോഗതിക്ക് എന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ജില്ലയിലെത്തി. സുരക്ഷിതവും സുതാര്യവുമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ജില്ലകളിലുള്ള സാഹചര്യം വിലയിരുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ ഇടുക്കി ഇലക്ഷൻ മാനേജ്മെന്റ് പ്ലാൻ അദ്ദേഹം പ്രകാശനം ചെയ്തു. സുരക്ഷിതവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ജില്ലകളിലുള്ള സാഹചര്യം വിലയിരുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞ ബൂത്തുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാ ബൂത്തുകളും സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബൂത്തുകളിൽ കുടിവെള്ളം, വൈദ്യുതി, ഭിന്നശേഷിക്കാർക്കുള്ള റാമ്പ് തുടങ്ങിയ അവശ്യ ഭൗതിക സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് സഞ്ജയ് കൗൾ പറഞ്ഞു. ജില്ലയിലെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ ജില്ലാ പോലീസ് മേധാവി, RTO, എക്സൈസ്, GST, ഫോറസ്റ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവരുമായി ക്രമസമാധാനം, തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തി. ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ജില്ലകളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി പോലീസ് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തണം. പ്രശ്നസാധ്യതയുള്ള ബൂത്തുകളുടെ തൽസ്ഥിതി പരിശോധിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. വോട്ട് ചെയ്യുന്നതിൽ വിമുഖത കാണിക്കുന്നവരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാതൃകാ പെരുമാറ്റച്ചട്ടമനുസരിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ഉറപ്പാക്കാൻ സജ്ജമായിരിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ജില്ലാ കളക്ടർ ഷീബ ജോർജ്, സബ് കളക്ടർമാരായ ഡോക്ടർ അരുൺ S. നായർ, VM. ജയകൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രദീപ് TK എന്നിവർ ചേർന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ട്രോങ് റൂം, കൗണ്ടിംഗ് ഹാൾ എന്നിവയ്ക്കായി തെരഞ്ഞെടുത്തിട്ടുള്ള പൈനാവ് MR സ്കൂൾ CEO സന്ദർശിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ UDF സ്ഥാനാർത്ഥി ഡീൻ തന്നെയെന്ന് ഉറപ്പിച്ച പ്രവർത്തകർ. ഇതോടെ തോട്ടം മേഖലകളിൽ ഡീനിനായി ബോർഡുകൾ സ്ഥാപിച്ച പ്രചാരണം ആരംഭിച്ചു. ഇടതുപക്ഷം മുൻകൂട്ടി പ്രചാരണം ആരംഭിച്ചെങ്കിലും ഇടുക്കി കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും തമ്മിലുള്ള 3ാം അംഗത്തിനാണ് കളമൊരുങ്ങുന്നത്. ജോയ്സിന്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിച്ചതിനാൽ ഇടതുപക്ഷം പ്രചാരണത്തിൽ ഒരു പടി മുന്നിലാണ്. എന്നാൽ മുൻകൂട്ടി പ്രചാരണം ആരംഭിച്ചത് ഒരു തരത്തിലും ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യം ഉണ്ടാക്കില്ലെന്നും ഇടുക്കി കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം മാത്രമേ ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിനു മുന്നേയുള്ള പ്രചരണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവർത്തകരുടെ ഒരു ആവേശമാണ്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. അതിൻ്റെതായ അലയൊലികൾ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയും ഒരു വശത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുന്നുണ്ട്, മറ്റ് തലത്തിലുള്ള മീറ്റിങ്ങുകളുണ്ട്. അതെല്ലാം അതിൻ്റെതായ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോഴുണ്ടായാലും നമുക്ക് വിജയിച്ച് വരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാൻ പാർട്ടി അനുവാദം നൽകിയാൽ തീർച്ചയായും ആ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നല്ല ഒരു ക്രോഡീകരണത്തോടു കൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ആ ഒരു ഉറപ്പിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിയോജക മണ്ഡലങ്ങളിൽ 5ഉം LDFിനൊപ്പമാണെന്നതും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല. 2019 ഇതേ സാഹചര്യമായിരുന്നെന്നും ഡീൻ പറഞ്ഞു. കഴിഞ്ഞ തവണയും 10-15 ദിവസം കഴിഞ്ഞാണ് നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. അതിൻ്റെ പേരിൽ അവർക്കൊരു രാഷ്ട്രീയ ആനുകൂല്യം ലഭിക്കും എന്ന് കരുതേണ്ടതില്ല. പ്രത്യേകിച്ചും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ഗവൺമെൻറ്റിനോടുള്ള ഒരു സമീപനം എന്ന് വെച്ചാൽ
അത് ഏത് തരത്തിലാണ് എന്ന് ഞാനിവിടെ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. അത്രത്തോളം ജനങ്ങളെ വെറുപ്പിച്ച ഒരു ഗവൺമെൻറ് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുകയാണ്. തന്നെയുമല്ല, ദേശീയ തലത്തിൽ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരേണ്ടതുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ആ ഒരു ശക്തി കുറച്ചുകൊണ്ട് അതിന് സാധ്യതയുണ്ട് എന്ന് ഇവിടെ ആരും കരുതുന്നില്ല. അപ്പം അതുകൊണ്ട് രാജ്യത്തിൻ്റെ രാഷ്ട്രീയം, സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം അത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒപ്പമാണ്. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ആ മനസ്സാണ് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആരായാലും അവർക്ക് വിജയഘടകമേകുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചുറ്റുപാടുകൾ വളരെ വേഗം മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകി എന്നുള്ളതിൻ്റെ പേരിൽ എതിർ സ്ഥാനാർത്ഥി ഒരു പിടി മുന്നിലാണ് എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2019 2 MLA-മാരുടെ പിന്തുണയെ UDF ഉള്ളൂ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ. ഇപ്പോഴും 2 MLA-മാരുടെ പിന്തുണ ആ ഒരു തരത്തിൽ നമുക്കുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യം അമ്പേ മാറിയിരിക്കുന്നു. തന്നെയുമല്ല, UDF-ന് അനുകൂലമായ UDF-ന് എന്നും എക്കാലം വളക്കൂറുള്ള ഒരു മണ്ണായി തന്നെയാണ് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം നിലനിന്നിട്ടുള്ളത്. അത് നല്ല നിലയിൽ തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ അനുകൂലമാകും. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ഇടുക്കിയിൽ ഡീൻ തന്നെയെന്നുറപ്പിച്ച പ്രവർത്തകർ പ്രചാരണം ആരംഭിച്ചു. തോട്ടം മേഖലകളായ ശാന്തൻപാറ, ഉടുമ്പൻചോല പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ പ്രചാരണ ബോർഡുകൾ നിറഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിനൊപ്പം കളം നിറയാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകർ. LDF കട്ടപ്പന സൗത്ത് ഈസ്റ്റ് മേഖല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ തുറന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഓഫീസുകൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി ഈസ്റ്റ് മേഖലാ കമ്മിറ്റി ഓഫീസും CPI മണ്ഡലം സെക്രട്ടറി VR ശശി, കേരള കോൺഗ്രസും സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് M. തോമസ് എന്നിവർ ചേർന്ന വെസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷക്കാലം യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താതെ, ഈ നാടിനു വേണ്ടി യാതൊരു പ്രവർത്തനവും നടത്താതെ ഇപ്പം ശവശരീരങ്ങളുടെ പുറകെ നടക്കുന്ന ഡീൻ കുര്യാക്കോസും ഇടുക്കിയുടെ മലയോര ജനതയുടെ പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണാനും ഇവിടെ നിൽക്കുന്ന ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ഏറ്റവും അവസാനം വന്ന ഏലം പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും ഏലം സ്റ്റോർ നിർത്തണമെന്നുള്ള നിയമത്തിന് വിധേയമായ തീരുമാനത്തെ മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കുവാനാവശ്യമായ ഏലം സ്റ്റോറുകൾ പ്രവർത്തിക്കുവാനാവശ്യമായ നിയമ പോരാട്ടത്തിലൂടെ നേടിത്തുന്ന അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും തമ്മിലുള്ള പോരാട്ടമാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. നേതാക്കളായ MC ബിജു, ടോമി ജോർജ്, KN വിനീഷ് കുമാർ, ലിജോ ബി ബേബി, TC കുര്യൻ, ആൽബിൻ തോമസ്, ലൂയിസ് വേഴമ്പത്തോട്ടം, സുധർമ്മ മോഹനൻ, ബിന്ദുലത രാജു, രാജൻകുട്ടി മുതുകുളം, ടെസിൻ കളപ്പുര തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതൃയോഗം കട്ടപ്പനയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കേരള കോൺഗ്രസ് കട്ടപ്പനയിൽ നേതൃയോഗം ചേർന്നത്. ഇടുക്കിയും കോട്ടയവും ഉൾപ്പെടെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ 20 മണ്ഡലങ്ങളിലും ഉജ്ജ്വല വിജയം നേടുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് പറഞ്ഞു. UDF വിട്ട് LDF-ൽ എത്തിയ മാണി ഗ്രൂപ്പിന് അഭിപ്രായങ്ങൾ പറയാൻ പോലും അവകാശമില്ലാതായതായും MJ ജേക്കബ് കൂട്ടിച്ചേർത്തു. കേരള കോൺഗ്രസ് പാർട്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഈ സംസ്ഥാനത്തെ 20 നിയോജക മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനാ പ്രവർത്തന രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്കറിയാം, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഇടുക്കിയിൽ നിന്ന് 2 പ്രാവശ്യം MP-ആയി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയിട്ടുള്ള, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ ഫ്രാൻസിസ് ജോർജ് കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. അദ്ദേഹം വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയോട് ശ്രീ റോജേഷിനോട് പറഞ്ഞു, ബഡ്ജറ്റിൽ വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ അതെ വനത്തിനകത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫെൻസിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു തുക ബഡ്ജറ്റിൽപ്പെടുത്തുമെന്ന് പറഞ്ഞു. ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? ഈ ബഡ്ജറ്റിൽ അത് പെടുത്തുമെന്ന് പറഞ്ഞതാണ്. 10 പൈസ ബഡ്ജറ്റിൽ പെടുത്തിയിട്ടില്ല. കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് ജോയി കുടക്കച്ചിറ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ അഡ്വക്കേറ്റ് തോമസ് പെരുമന, ഫിലിപ്പ് മലയാറ്റ്, സിനു വാലുമേൽ, നഗരസഭാ കൗൺസിലർമാരായ ജൂലി റോയി, സോണിയ GB, സാജു പട്ടരുമടം, ചെറിയാൻ P. ജോസഫ്, പാപ്പ പൂമറ്റം, ശശി താഴശ്ശേരി, PT ഡൊമിനിക്, VT തോമസ് തുടങ്ങിയവർ സംസാരിച്ചു.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഹിന്ദു അവകാശ മുന്നേറ്റ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നു. ഈ മാസം 9, 10 തീയതികളിലായിട്ടാണ് താലൂക്ക് തല വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. നെടുങ്കണ്ടം കൂട്ടാറിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി 10-ാം തീയതി രാജാക്കാട് സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാരിൽ നിന്നും ക്ഷേത്രഭരണം മോചിപ്പിക്കുക, സനാതനധർമ്മം സംരക്ഷിക്കുക, സാമൂഹ്യനീതി നടപ്പിലാക്കുക, സാംസ്കാരിക ധ്വംസനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹിന്ദു ഐക്യവേദി ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹിന്ദു അവകാശ മുന്നേറ്റ യാത്ര സംഘടിപ്പിക്കുന്നത്. ഹിന്ദുവിന്റെ ആരാധന മൂർത്തികളെ മിത്താണെന്ന് ആക്ഷേപിക്കുകയും ഹിന്ദുവിനെ അധിക്ഷേപിക്കുകയും ചെയ്യുകയും അതേപോലെ തന്നെ ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും പണം ഇവിടുത്തെ രാഷ്ട്രീയ മേലാളന്മാർക്കും ക്ഷേത്രത്തെ അവഗണിക്കുന്ന തരത്തിലുള്ള നിലപാടിനെതിരെയാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വ്യാപകമായിട്ട് തരത്തിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദി ഉടുമ്പൻചോല താലൂക്ക് പ്രസിഡന്റ് AV രാജൻ നയിക്കുന്ന താലൂക്ക് വാഹന പ്രചരണ ജാഥ 9, 10 തീയതികളിലായിട്ടാണ് നടക്കുക. 9-ാം തീയതി രാവിലെ കൂട്ടാറിൽ നിന്നും ആരംഭിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി 10-ന് വൈകിട്ട് രാജാക്കാട് സമാപിക്കും. സമാപന സമ്മേളനം സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി EG മനോജ്, ജില്ലാ സെക്രട്ടറി PK സോമൻ, താലൂക്ക് ജനറൽ സെക്രട്ടറി PR നകുലൻ, വൈസ് പ്രസിഡന്റ് M ദിലീപ് കുമാർ, ഷിബു മാധവ് തുടങ്ങിയവർ പങ്കെടുക്കും. പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ വനിതാ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കട്ടപ്പനയിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. പ്രമുഖ മാധ്യമ പ്രവർത്തക നിഷ സോമൻ തെറ്റിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷത്തെ വനിതാദിന പ്രമേയമായ വർദ്ധിച്ച വനിതാ പങ്കാളിത്തം നാടിന്റെ പുരോഗതിക്ക് എന്ന വിഷയത്തെ മുൻനിർത്തിയാണ് കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ച സെമിനാറും പൊതുസമ്മേളനവും നടത്തിയത്. പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സ്വയം സഹായ സംഘങ്ങളിലെ 2000-ൽ പരം സ്ത്രീ പുരുഷ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ സമ്മേളനത്തിൽ PDS കട്ടപ്പന യൂണിറ്റ് ഡയറക്ടറും കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ഇടവക വികാരിയുമായ ഫാദർ ജോസ് പറപ്പള്ളി അധ്യക്ഷനായിരുന്നു. പ്രമുഖ മാധ്യമപ്രവർത്തക നിഷ സോമൻ തെറ്റിയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അടഞ്ഞ സംസ്കാരത്തിൽ, ഈ വാതിലുകൾ അടയുന്ന സംസ്കാരത്തിൽ നിന്ന് വാതിലുകൾ തുറക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഒരിക്കൽ കൂടി തുറന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പറ്റുമോ? 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 പറ്റണം. സ്നേഹത്തിന്റെ പുതിയൊരു സംസ്കാരം നമുക്ക് ഇനി തുടങ്ങാം. നമ്മുടെ വാതിലുകൾ അടഞ്ഞു കിടക്കാനുള്ളതല്ല, അത് തുറന്നു കിടക്കാനുള്ളതാണെന്ന് എന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നു എന്ന് സമൂഹത്തോട് പറയാനും കൂടി ഒരു ദിവസം ഇന്ന് നമുക്കാകണം. അപ്പോ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞും പരിചരിക്കപ്പെടും. അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞിന്റെ സംരക്ഷയാണ് നമുക്ക് സാധിക്കണം. ആലുവയിലും ഒക്കെ ഉള്ള പീഡനങ്ങൾ, വണ്ടിപ്പിരിയാനും ഒക്കെ നടക്കുന്ന പീഡനങ്ങൾ, കൊച്ചു പെൺകുഞ്ഞുങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോ അത് ആരും അറിയാതെ പോകുന്നത് ഈ വാതിലുകൾ അടഞ്ഞു കിടന്നതുകൊണ്ടാണ്. അല്ലേ? ശരിയല്ലേ? വാതിലുകൾ അടഞ്ഞു. തൊട്ടപ്പുറത്തെ വീട്ടിലെ പെൺകുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത എനിക്കും നിങ്ങൾക്കും ഉണ്ട്. അപ്പോ ഈ ഒരു സംസ്കാരം കൂടി, ആ സ്നേഹത്തിന്റെ സംസ്കാരം കൂടി തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കണം. PDS എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജിൽസൺ ജെയിംസ് കുന്നത്തുപുരയുടെ മുഖ്യപ്രഭാഷണം നടത്തി. PDS ജോയിന്റ് ഡയറക്ടർ ഫാദർ ബ്രിജേഷ് പുറ്റുമണ്ണിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ റോയി നെടുംതകടിയേൽ, പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ സിബി ജോസഫ് കൂവപ്പള്ളി, യൂണിറ്റ് ആനിമേറ്റർ സീമ തോമസ്, ചെല്ലാർകോവിൽ യൂണിറ്റ് സെക്രട്ടറി എൽസമ്മ ജോസഫ്, ഉപ്പുതറ റീജിയണൽ കോർഡിനേറ്റർ മിനി ടോമി, NIF പ്രോജക്ട് കോർഡിനേറ്റർ സ്റ്റെബിൻ K സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. മികച്ച വനിതാ സംരംഭകയായി 53-ാം മൈൽ യൂണിറ്റിൽ നിന്നും ശിവകാമിയെയും, മികച്ച കർഷകനായി മുക്കുളം യൂണിറ്റിൽ നിന്ന് PJ വർഗീസ് പുള്ളുരുത്തിലിനെയും, വനിതാ താരമായി കട്ടപ്പന യൂണിറ്റിലെ മേരി ആന്റണി ചെരുവുപുറത്തിനെയും തെരഞ്ഞെടുത്തു. മികച്ച തീം സോങ് രചയിതാവായി മുക്കുളം പാവന SHG അംഗം പ്രീതി ജോസഫ് പാലത്തിങ്കലിനെയും തെരഞ്ഞെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി സംഘാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വിവിധ സംരംഭങ്ങളുടെ പ്രദർശനവും ഉൽപ്പന്നങ്ങളുടെ വിപണനവും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. കേരള PSC എംപ്ലോയീസ് യൂണിയൻ ഇടുക്കി ജില്ലാ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പനയിൽ വനിതാ ദിനാഘോഷം നടന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന PSC ഓഫീസ് അങ്കണത്തിൽ വെച്ചാണ് വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുമ്പോൾ
അവിടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കളിൽ 15 പേരിൽ ഒരാളായ ഏറ്റവും ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ഹൻസ മേത്ത ആ പതാക ഉയർത്തിക്കൊണ്ടൊരു കാര്യം പറഞ്ഞു. ഇന്ത്യയിലെ സ്ത്രീകൾക്കും കൂടി അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ പതാക ഇവിടെ ഉയരുന്നത് എന്ന വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു കാര്യം സംസാരിച്ചു ഇന്ത്യയിലെ സ്ത്രീകളോട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് മനുസ്മൃതിയാണ് വേണ്ടത് എന്ന് പറഞ്ഞവർ ആരാ പറഞ്ഞേ? RSSഉം അന്നത്തെ ഹിന്ദു മഹാസഭയുമാണ് പറഞ്ഞത്. അവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അപ്പോ നമ്മുടെ രാജ്യത്തുള്ള മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും വലിയ ആഘാതമാണ് കഴിഞ്ഞ 8-9 വർഷക്കാലമായി. വനിതാ കമ്മിറ്റി കൺവീനർ ആതിര നായർ അധ്യക്ഷയായിരുന്നു. NGO യൂണിയൻ കട്ടപ്പന ഏരിയ പ്രസിഡന്റ് സന്ധ്യ KP, PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സീമ തങ്കച്ചി, ഗീതുമോൾ സുധാകരൻ, സുജിത കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 8 ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് GTech വുമൺ പവർ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വനിതകൾക്ക് സൗജന്യ പഠനവും ജോലിയും ലഭിക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അർഹരായ 1001 സ്ത്രീകൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനവും 6 മാസത്തിനുള്ളിൽ ജോലിയും നൽകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെ പ്രമുഖ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ സ്ഥാപനമായ GTechഉം റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3204 ചേർന്നൊരുക്കുന്ന പദ്ധതിയാണ് GTech വുമൺ പവർ. 35 വയസ്സ് പ്രായപരിധിയിലുള്ളവർക്ക് പദ്ധതി തികച്ചും സൗജന്യമായാണ് നൽകുന്നത്. ഇന്ത്യയിലെ മുഴുവൻ GTechലൂടെയും അപേക്ഷിക്കാനാണ് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. കട്ടപ്പന GTechൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. വീടുകളിലിരിക്കുന്ന സ്ത്രീകളായ ആൾക്കാർക്കും അതോടൊപ്പം കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വന്ന് പഠിച്ചു പോകാനുള്ള ആ ഒരു അവസരമാണ് ഇവിടെ കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ മക്കളെ, സഹോദരിമാരെ, നിങ്ങളോട് പറയുന്നത്, ആരും വെറുതെ വീട്ടിലിരിക്കരുതേ. നമ്മൾ ആരുടെയും മുന്നിൽ 10 പൈസയ്ക്ക് കൈ നീട്ടരുത്. നമുക്കൊരു വഴി തെളിച്ചു തരുമ്പോൾ ആ വഴി നമ്മൾ തുറക്കാനാണ് നോക്കേണ്ടത്. വഴി തെളിക്കുക എന്നതാണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സെന്റർ ഡയറക്ടർ ഫാദർ ജെയിംസ് കുര്യൻ ആമുഖ പ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ IB മോൾ രാജൻ, ഗായത്രി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെയും കട്ടപ്പന കാർഡമം വാലി ലയൺസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പുഷ്പഗിരി പൗരസമിതിയുടെ സഹകരണത്തോടെ മാർച്ച് 10 രാവിലെ മുതൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം കട്ടപ്പന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാമാക്ഷി പുഷ്പഗിരിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെയും കാടവമ്പാലി ലയൺസ് ക്ലബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ഞായറാഴ്ച, അതായത് 10-ാം തീയതി, കാമാക്ഷി പഞ്ചായത്തിലെ 4-ാം വാർഡായ പുഷ്പഗിരിയിൽ വെച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനവും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് സ്കിൻ ഡിസീസ്, ശ്വാസകോശ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇവയെല്ലാം ഒന്ന് മുൻകൂട്ടി കാണുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും മികച്ച ചികിത്സാ സംവിധാനങ്ങൾ, ഗുണമേന്മയുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാവരിലും എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടുന്നത്. ജീവിതശൈലിയും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ശ്വാസകോശ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, പ്രമേഹം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൂടാതെ സ്ട്രോക്ക് എന്നിവയും വിദഗ്ധ പരിശോധനയിലൂടെ മുൻകൂട്ടി കണ്ടെത്തുന്നതിനും ഗുണമേന്മയുള്ള ചികിത്സ ലഭ്യമാക്കുക എന്നും ലക്ഷ്യമിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 10-ലധികം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും. ക്യാമ്പിൽ നമ്മൾ പ്രധാനമായിട്ട് ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതോടൊപ്പം തന്നെ നമ്മൾ സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ മെമ്മറി ക്ലിനിക് എന്ന് പറഞ്ഞ് നമ്മളൊരു ക്ലിനിക്ക് ക്യാമ്പിൽ ചെയ്യാറുണ്ട്. അത് ഓർമ്മ കുറവായിട്ടുള്ള ആൾക്കാരെ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർ അവരുടെ ഓർമ്മശക്തി പരിശോധിച്ച് അതിനുവേണ്ടിയുള്ള ചികിത്സ നിർണ്ണയിക്കുന്നു. അതുപോലെ തന്നെ ക്യാമ്പിൽ നമ്മൾ PFT ടെസ്റ്റ്, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, ഏകദേശം ഹോസ്പിറ്റലിൽ വന്ന് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഏകദേശം 1000 രൂപയോളം ചിലവ് വരുന്ന ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ് ക്യാമ്പിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബോൺ ഡെൻസിറ്റി ചെക്കപ്പ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതും ഇതുപോലെ തന്നെ 1000-ന് മുകളിൽ ഇതിന് ഫീസ് വരുന്ന ഒരു ടെസ്റ്റാണ്. അത് നമ്മൾ ക്യാമ്പിൽ സൗജന്യമായിട്ട് ചെയ്യുന്നു.
അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് നമ്മൾ മെഡിസിൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ക്യാമ്പിൽ കണ്ടെത്തുന്ന രോഗികൾക്ക് ആർക്കെങ്കിലും തുടർ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പ്രൊസീജിയർ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 30% കുറവായിരിക്കും അവർക്ക് അവിടെ. സാബു നെല്ലമ്പുഴ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ കാർഡമം വാലി ലയൺസ് ക്ലബ് പ്രസിഡന്റ് സാബു നെല്ലമ്പുഴ, സെക്രട്ടറി PM ഫ്രാൻസിസ്, ട്രഷറർ VC ജോയി ആനത്തോട്ടം, സിബി കൊല്ലംകുടി, രാജീവ് ജോർജ്, റിജി കോഴിമല, റോജിൻ ഈപ്പൻ, ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭയിലെ നിരപ്പേൽക്കട ആനകുത്തി പൂവേഴ്സ് മൗണ്ട് റോഡിന് ശാപമോക്ഷം. കാൽനട യാത്ര പോലും ദുഷ്കരമായിരുന്ന റോഡിന്റെ സ്ഥിതി മുൻപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നഗരസഭയും പൊതുമരാമത്തും ചേർന്നാണ് 6 കിലോമീറ്റർ റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. നെടുങ്കണ്ടം ഭാഗത്തേക്ക് പോകാനുള്ള എളുപ്പമാർഗവും ഇരട്ടിയാർ പാമ്പാടുംപാറ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതുമായ കട്ടപ്പന നഗരസഭയിലെ നിരപ്പേൽക്കട ആനകുത്തി പൂവേഴ്സ് മൗണ്ട് റോഡ് വർഷങ്ങളായി ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുകയായിരുന്നു. മുൻപ് PMGSY പദ്ധതിയിൽപ്പെടുത്തിയിരുന്ന റോഡ് പിന്നീട് നഗരസഭ റോഡിൽ ഉൾപ്പെടുത്തി നഗരസഭയാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നത്. ഇതിനുശേഷം നഗരസഭ മെയിൻ്റനൻസ് ഗ്രാന്റിൽപ്പെടുത്തി 2021-22 പണികൾ ആരംഭിച്ചെങ്കിലും റീബിൽഡ് കേരളയിൽ ഈ റോഡ് എടുത്ത സർവേ നടപടികൾ ആരംഭിച്ചതിനാൽ നഗരസഭാ ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല. വാർഡ് കൗൺസിലറും PWD സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സിബി പാറപ്പായുടെ നേതൃത്വത്തിൽ നിരവധി നിവേദനങ്ങളും PWD ഓഫീസിൽ പ്രതിഷേധങ്ങളുമടക്കം നടത്തിയിരുന്നു. ഇതിനിടയിൽ റീബിൽഡ് ഫണ്ട് ഇല്ലാത്തതിനാൽ റോഡ് നിർമ്മാണം ഉപേക്ഷിക്കുകയും ചെയ്തു. റോഡിന്റെ ശോചനീയാവസ്ഥ കാണിച്ച മാധ്യമങ്ങൾ നിരവധി തവണ വാർത്തയും പുറത്തുവിട്ടു. നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. തുടർന്ന് 2023-24 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി നഗരസഭ 10 ലക്ഷം രൂപ മുടക്കി നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർണ്ണമായി 6 കിലോമീറ്റർ നിർമ്മാണം പൂർത്തിയാക്കാൻ നഗരസഭയ്ക്ക് ഫണ്ട് തികഞ്ഞില്ല. ഇതോടെ PWDയെ സമീപിക്കുകയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അടക്കം വിഷയം ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ PWD 6 കിലോമീറ്റർ റോഡ് ഏറ്റെടുത്ത് ഐറിഷ് ഓടയടക്കം കോൺക്രീറ്റിംഗും ടാറിങ്ങും നടത്തി ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കിയിരിക്കുകയാണ്. 3 ക്ലസ്റ്റർ റോഡിന് 85 ലക്ഷം രൂപയാണ് PWD അനുവദിച്ചത്. റോഡ് പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രയത്നിച്ച വാർഡ് കൗൺസിലർ സിബി പാറപ്പായ്ക്ക് നാട്ടുകാർ ആനകുത്തി പ്ലാക്കൽപ്പടിയിൽ സ്വീകരണവും നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ റോഡിന് ചെയ്യാനുള്ളത് ചെയ്യാതെ ഞാൻ പുറകോട്ട് പോകില്ല എന്ന ഈ ചെയർമാന്റെ ഒറ്റ മനോധൈര്യം കൊണ്ടാണ് ഈ പ്രദേശത്തുള്ള നിങ്ങൾക്ക് ഈ റോഡ് ടാർ ചെയ്ത് കിട്ടാൻ സാധിച്ചത്. ഇപ്പൊ ചെയർമാൻ പറഞ്ഞതുപോലെ അനേകം കുറ്റങ്ങൾ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ ഒരിക്കലും അത് നന്നാക്കി കൊണ്ടുവരാൻ ഒരു വ്യക്തിയെ കൊണ്ട് പോലും സാധിക്കത്തില്ല. അത് ചെയ്താലും കുറ്റം, ചെയ്തില്ലേലും കുറ്റം. പക്ഷെ അതിനെയെല്ലാം മറികടന്ന് നിങ്ങളുടെ കൗൺസിലർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്ന ഈ കാര്യം എല്ലാം നല്ലതാട്ടെ. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് പണി നടന്നപ്പോൾ എല്ലാവരുടെയും ഒത്തിരി സഹായങ്ങളുണ്ടായി. സണ്ണി പടിഞ്ഞാറേക്കുറ്റ്, ബിജു പുത്തേട്ട, സജോമോൻ ജോർജ്, സുരേഷ് ചാവടിത്തെക്കേതിൽ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ടൗണിൽ വാഹനത്തിൽ നിന്ന് ഓയിൽ റോഡിൽ വീണതിനെ തുടർന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. പോലീസ് സ്റ്റേഷന് സമീപം ഉച്ചകഴിഞ്ഞ് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടതാണ് ഓയിൽ റോഡിൽ പടരാൻ കാരണം. യുവതി ഓടിച്ചിരുന്ന സ്കൂട്ടർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിൽ മറിയുകയായിരുന്നു. ഇതിനുശേഷമെത്തിയ 2 ബൈക്കുകളാണ് റോഡിൽ ഓയിൽ പടർന്നതിനെ തുടർന്ന് തെന്നി വീണത്. തുടർന്ന് വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചു. കട്ടപ്പന ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി റോഡിൽ അറക്കപ്പൊടി വിതറിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കട്ടപ്പന വെള്ളിയാങ്കുടി സെന്റ് ജോൺസ് LP സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഹെൽഗ 2K24 എന്ന പേരിലാണ് വെള്ളിയാങ്കുടി സെന്റ് ജോൺസ് LP സ്കൂളിന്റെ 41ാമത് സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും സംഘടിപ്പിച്ചത്. പാരീഷ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ ബീന സിബി പത്രപ്രകാശനം നിർവഹിച്ചു. LSS പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഉപ്പുതറ കരിന്തരുവി ഗവൺമെന്റ് UP സ്കൂളിൽ 58ാമത് സ്കൂൾ വാർഷികം നടന്നു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളോടെ നടത്തിയ വാർഷികാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. 5 പതിറ്റാണ്ടിന് മുമ്പ് തന്നെ ഇടുക്കിയുടെ കുടിയേറ്റ പ്രദേശങ്ങളിലൊന്നായ ഉപ്പുതറ കരിന്തരുവിയിൽ വിദ്യാഭ്യാസം പകർന്നു നൽകിയ വിദ്യാലയമാണ് കരിന്തരുവി സർക്കാർ UP സ്കൂൾ. പ്രധാനമായും തോട്ടം തൊഴിലാളികളുടെയും കർഷകരുടെയും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകിയ വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. സ്കൂളിന്റെ 58ാമത് വാർഷികാഘോഷമാണ് മ്യൂസിസ് 2K24 എന്ന പേരിൽ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ജെയിംസ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 58 വർഷം പൂർത്തീകരിച്ച 50 വർഷത്തോട് കടക്കുന്ന ഈ സ്കൂള് ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട
തോട്ടം തൊഴിലാളികളുടെ മക്കളും അതുപോലെ തന്നെ അല്ലാതെ കുരുപണികളായ ഒരുപാട് ദൂരെ താമസിക്കുന്ന ആളുകളും മക്കളൊക്കെ ചേർന്ന് പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ നമ്മുടെ പൊതുവായിട്ടുള്ള നമ്മുടെ സ്കൂളിൻ്റെ അവസ്ഥകൾ ഒരു സ്ട്രക്ചേർഡായിട്ടൊരു ബിൽഡിങ് ഇല്ലാത്തതും, ഇപ്പോൾ നമുക്ക് ഓരോ വർഷവും അങ്ങനെ സ്ട്രക്ചേർഡായിട്ടൊരു ബിൽഡിംഗ് ഇല്ലാത്തത് മൂലം നമ്മൾ വയ്ക്കുന്ന പഞ്ചായത്തിൽ വയ്ക്കുന്ന മെയിൻ്റനൻസ് കാര്യങ്ങളും അനുബന്ധ സംവിധാനങ്ങളൊന്നും തന്നെ നമുക്കത് പരിപൂർണ്ണ നിർത്തിക്കാണ്ട് കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നിരുന്നാലും ഒരു ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് പണികൾ പൂർത്തീകരിക്കുക എന്നുള്ളത് ഈ വർഷവും നമ്മൾ നമ്മുടെ ഈ സ്കൂളിന് വേണ്ടിയിട്ട് മെയിൻ്റനൻസിനായി വെച്ചിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് പീരുമേട് ഉപജില്ല AEO M രമേശ് കയ്യെഴുത്തു മാസികയുടെ പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് വിവിധ അവാർഡുകൾ വിതരണം ചെയ്തു. വാർഷികാഘോഷ യോഗത്തിൽ ഹെഡ്മാസ്റ്റർ M തങ്കരാജ്, PTA പ്രസിഡന്റ് സരിത മോഹൻ സി, അധ്യാപക പ്രതിനിധി PJ റോസമ്മ, പീരുമേട് BPC അനീഷ് തങ്കപ്പൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഓമന സോദരൻ, C ശിവകുമാർ, സ്റ്റാഫ് സെക്രട്ടറി ജിലുമോൾ PS, ഏലിയാമ്മ ജോസഫ്, ദുരൈരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അയ്യപ്പൻകോവിൽ മേരികുളം UP സ്കൂളിന്റെ 62ാമത് വാർഷികാഘോഷം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 62 വർഷമായി കാർഷിക ഗ്രാമമായ അയ്യപ്പൻകോവിൽ മേരികുളത്ത് വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന വിദ്യാലയമാണ് സെന്റ് മേരീസ് UP സ്കൂൾ. പഠനത്തോടൊപ്പം കലാപരമായും കൃഷി, ഉദ്യാന രൂപീകരണം എന്നിവയിൽ ഏറെ നേട്ടങ്ങൾ കൈവരിച്ച സ്കൂളിന്റെ 62ാമത് വാർഷികാഘോഷമാണ് നടന്നത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ പഴയ കാലം പോലെ എന്നല്ല ഇന്ന്. നമുക്കറിയാം, പണ്ടൊക്കെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് കോരി ചൊല്ലിയുന്ന മഴയത്ത് സ്കൂളിൽ പോയി വരുന്നു, പുസ്തകം എടുത്ത് വയ്ക്കുന്നു, പിന്നെ അവരെപ്പോഴെങ്കിലും പഠിച്ചാലായി. മാതാപിതാക്കൾ അന്നൊക്കെ കൂലിപ്പണിക്ക് പോകുന്നവരാണ്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ച് ശരിക്കും ഇത് അധ്യാപക രക്ഷകർത്തൃ യോഗം കൂടിയാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ച് അധ്യാപകൻ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെ അല്ലെങ്കിൽ 3:30 വരെ ആ സ്കൂളിലെ കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടി പഠനത്തിൽ പുറകോട്ട് നിന്നാൽ ആ കുട്ടി എത്രത്തോളം നല്ല രീതിയിൽ അവന് പഠനം നൽകിക്കൊണ്ട് മുൻനിരയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്ന ചിന്തയോടുകൂടിയാണ് ഓരോ അധ്യാപകരും പ്രവർത്തിക്കുന്നത്. നെടുങ്കണ്ടം BEd കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് പുലിയൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഈ സ്കൂളിന് കിട്ടിയ ഏറ്റവും വലിയ 2 വരദാനങ്ങളാണ് ഹെഡ് മാസ്റ്ററായിട്ടുള്ള സാറും അച്ഛനും എന്നെനിക്ക് കേവലം 2 മണിക്കൂർ കൊണ്ട് എനിക്ക് ബോധ്യമുണ്ട്. എത്ര മനോഹരമായ ഒരു സ്കൂൾ അങ്കണമാണ്. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്ര മനോഹരമായ പൂമ്പാറ്റകളായി പറന്ന് പാറി, ചിത്രശലഭങ്ങളായി അറിവ് നുകർന്ന് പറന്ന് പാറി നടക്കുന്നു. ഓരോ പഠന സന്ദർഭങ്ങളെയും എത്ര മനോഹരമായ ആവിഷ്കാരങ്ങളായി നിങ്ങൾ മാറ്റുന്നു. ആഘോഷ പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളമ്പള്ളിയിൽ, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ തോമസ് കണ്ടത്തിൽ, ഹെഡ്മാസ്റ്റർ ജോസഫ് മാത്യു, ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജുറി, PTA പ്രസിഡന്റ് ബിജോമോൻ ജേക്കബ്, സീനിയർ അസിസ്റ്റന്റ് AV മേരിക്കുട്ടി, VJ ജോമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ മാട്ടുത്താവളം മരിയഗിരി സാന്റ് സെബാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 29ാമത് വാർഷികം ഡ്യൂ ഡ്രോപ്സ് 2K24 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ലക്ഷ്യമായിരുന്നു ആ സ്കൂളിലെ ആ ഒരു തീം നമ്മൾ ഉദ്ദേശിച്ചത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഡ്യൂ ഡ്രോപ്സ് 2K24 മഞ്ഞു കണങ്ങൾ പോലെ നിർമ്മലമായിരിക്കുന്ന ഹൃദയമുള്ള കുട്ടികളെ
നമ്മുടെ സമൂഹത്തിന് വേണ്ടി വാർത്തെടുക്കുന്ന ഒരു രൂപത്തിലാണ് നമ്മുടെ ഇവിടുത്തെ സ്കൂളിന്റെ മലീഗിരി സ്കൂളിന്റെ ഈ സെൻസർ സ്കൂളിന്റെ ഈ അർത്ഥവാക്യമായിട്ട് വന്നിരിക്കുന്നത്. സ്കൂൾ മാനേജർ ഫാദർ ബിജു മങ്കന്താനം, ഹെഡ്മിസ്ട്രസ് മേരി മാത്യു, സിസ്റ്റർ ലിബിയ FFC, സിസ്റ്റർ ലിസ്വിൻ CSC, മെൽബിൻ P. എബ്രഹാം, അമ്പിളി പ്രമോദ്, സിന്ധു വേണു എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കട്ടപ്പന പേഴുങ്കവല പാക്കനാർക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ നടന്നു. ക്ഷേത്രം മേൽശാന്തി അദ്വൈത് മന്നിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കലവറ നിറയ്ക്കൽ ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മാർച്ച് 8 ശിവരാത്രി ദിനത്തിൽ രാവിലെ 4 മണിക്ക് പള്ളിയുണർത്തൽ, 4:05 നിർമ്മാല്യ ദർശനം, തുടർന്ന് മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം എന്നിവ നടക്കും. 7 മണിക്ക് ശിവപൂജ, 12:30 മഹാപ്രസാദമൂട്ട, ശേഷം സർപ്പപൂജ എന്നിവയും ഉണ്ടാകും. വൈകിട്ട് ശിവരാത്രി വിശേഷാൽ പൂജകൾക്ക് പുറമെ രാത്രി 12 മഹാദേവന് അതിപ്രധാനമായ ചമകം, ശ്രീരുദ്രം തുടങ്ങിയ മന്ത്രങ്ങളാൽ ക്ഷീരം, ഇളനീർ, തേൻ തുടങ്ങിയ വിശിഷ്ടദ്രങ്ങളാൽ ധാര, മംഗളപൂജ, ഭസ്മാഭിഷേകം എന്നീ പൂജകളും നടക്കും. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ പിതൃതർപ്പണ ചടങ്ങുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രം മേൽശാന്തി അദ്വൈത് മന്നിക്കൽ, സെക്രട്ടറി ബിനു കുറ്റൂർ, ജോയിന്റ് സെക്രട്ടറി ശരത് പുളിക്കൽ, TGM രാജു, മനോജ് കൊച്ചുകരോട്ട്, സജി കുറ്റൂർ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഉപ്പുതറ 9 ഏക്കർ ഹരിഹരപുരം ശ്രീ ഉമാമഹേശ്വര ദേവി ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ക്ഷേത്രം തന്ത്രി പാലാ പൂവരണി, തേവണം കോട്ടയിലത്ത് നാരായണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി വാസുദേവൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഉപ്പുതറ 9 ഏക്കർ ഹരിഹരപുരം ശ്രീ ഉമാമഹേശ്വരി ദേവി ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള ശിവരാത്രി മഹോത്സവത്തിനാണ് ഒരുക്കങ്ങൾ പൂർത്തിയായത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, ഭാഗവത പാരായണം, മഹാപ്രസാദമൂട്ട തുടങ്ങിയവയോടെയാണ് ശിവരാത്രി മഹോത്സവം നടക്കുക. 9 ഏക്കർ ഹരിഹരപുരം ശ്രീ ഉമാമഹേശ്വര ദേവി ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തിവരുന്ന ശിവരാത്രി മഹോത്സവം ഈ വർഷവും ഭക്തി ആദരപൂർവ്വം തന്നെ നടത്തപ്പെടുകയാണ്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടു കൂടി മഹാമൃത്യുഞ്ജയ ഹോമം, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കലശം, മഹാപ്രസാദകൂട്ട്, വൈകിട്ട് വിശേഷാൽ ദീപാരാധന, ദീപക്കാഴ്ച, അതിനുശേഷം ഗാനമേളയോടുകൂടി ശിവരാത്രി മഹോത്സവം ആഘോഷിക്കുകയാണ്. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പാലാ പൂവരണി, തേവണംകോട്ടിലത്ത് നാരായണൻ നമ്പൂതിരിയും ക്ഷേത്രം മേൽശാന്തി വാസുദേവൻ തിരുമേനിയും മുഖ്യ കാർമ്മികത്വം വഹിക്കും. മഹോത്സവത്തോടനുബന്ധിച്ച് ഗാനമേളയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. കട്ടപ്പന നഗരസഭയിൽ ചട്ടിത്തൈ വിതരണം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. അടുക്കളത്തോട്ടം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ചട്ടിത്തൈകൾ വിതരണം ചെയ്തത്. 5 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്നത്. 34 വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്ക് 1500 രൂപ വില വരുന്ന 10 മൺചട്ടി പച്ചക്കറി തൈകൾ നടുന്നതിനാവശ്യമായ ചകിരി, എല്ലുപൊടി, ചാണകപ്പൊടി എന്നിവ 375 രൂപ ഗുണഭോക്തൃ വിഹിതം വാങ്ങിയാണ് നൽകുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓരോ കുടുംബത്തിന് കൃഷി എങ്ങനെ ചെയ്യണമെന്ന് അറിയിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഗുണഭോക്തൃ വിഹിതമായ 310 രൂപ വീതമാണ് 375 രൂപ വെച്ച് അടച്ച് നമ്മൾ ഓരോ കുടുംബത്തിനും ഒരു കുടുംബത്തിലെ 10 അംഗങ്ങൾക്ക് എന്ന നിലയ്ക്ക് നമ്മൾ ഈ മൺചട്ടിയാണ് വിതരണം ചെയ്യുന്നത്. ഗ്രോ ബാഗായിരുന്നു വെച്ചിരുന്നത്, അത് മാറ്റി എല്ലാവരുടെയും ഇഷ്ടാനുസരണം നമ്മൾ ഒരു വ്യക്തിക്ക് 10 ചെടിച്ചട്ടി വെച്ച് ഇന്നിവിടെ കൊടുക്കുകയാണ്. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബിന്നി അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജാൻസി ബേബി, ഐബിമോൾ രാജൻ, കൃഷി ഓഫീസർ ആഗ്നസ് ജോസ്, ക്ലീൻ സിറ്റി മാനേജർ ജിൻസ് റിയക് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടിക്കാനം മാർ ബെസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ദേശീയതല ശില്പശാല സംഘടിപ്പിച്ചു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ദിനത്തോടനുബന്ധിച്ച് നടന്ന #2K24 ദേശീയതല ശില്പശാല ബൈനോറിക് INCയുടെ സ്ഥാപകനായ ബിജേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു.
പീരുമേട് മാർ ബെസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ദിനത്തോടനുബന്ധിച്ചാണ് #2K24 എന്ന പേരിൽ ദേശീയതല ശില്പശാല, പ്രോജക്ട് എക്സിബിഷൻ, ഐഡിയ ഹാക്കത്തോൺ, ടെക്നിക്കൽ ഗെയിംസ് എന്നിവ സംഘടിപ്പിച്ചത്. കോളേജിലെ പുതിയ അക്കാദമിക് ബ്ലോക്കിൽ നടന്ന സമ്മേളനം അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബൈനോറിക് INC-യുടെയും സ്പിയർമിന്റ് INC-യുടെയും സ്ഥാപകനായ ബിജേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. When you talk to somebody, give 100% attention to that person. Undivided attention you can give to a person while talking is the best thing you can do to that person. Like, what if I talk to you and take my phone, kind of distract you? You may not like it, right? You want me to talk to you directly without any other kind of interference. So active listening is very important. 500-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ കോളേജ് അലുമിനി കൂടിയായ ബിജേഷ് രാജ് അനുഭവങ്ങൾ പങ്കുവച്ചു. വിവിധ നേട്ടങ്ങൾ കൈവരിച്ച കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അധ്യാപകരെ ആദരിച്ചു. കോളേജ് ഡയറക്ടർ പ്രിൻസ് വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഏലിയാസ് ജാൻസൺ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി പ്രൊഫസർ ആനി ചാക്കോ, പ്രൊഫസർ ഷീലു ജോൺസ്, കോർഡിനേറ്റർ പ്രൊഫസർ ആര്യലക്ഷ്മി R, പ്രൊഫസർ നിസു സൈമൺ, വിദ്യാർത്ഥി പ്രതിനിധിയായ സുരൽ സി തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രോജക്ട് എക്സിബിഷൻ, പ്രൊംബറ്റ് ഡ്രോയിങ്, കാഹൂത്ത്, ക്യാപ്പർ ദി ഫ്ലാഗ്, സ്വിഫ്റ്റ് ഫിംഗേഴ്സ് തുടങ്ങി വിവിധ ടെക്നിക്കൽ മത്സരങ്ങൾ നടന്നു. വിദ്യാർത്ഥികൾക്കായി വിവിധ കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. വേനൽ കടുത്തതോടെ ജീവജാലങ്ങൾക്ക് കുടിനീർ ഒരുക്കി കുട്ടിക്കാനം മരീൻ കോളേജ് വിദ്യാർത്ഥികൾ. കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെയും നേച്ചർ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് കോളേജ് ക്യാമ്പസിൽ കിളിനീർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വേനൽ കടുത്തതോടെ കടുത്ത സൂര്യതാപത്താൽ കേരളം വരൾച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. ഇതോടൊപ്പം ഹരിതാപമായ ഇടുക്കി ജില്ലയും കടുത്ത വേനൽ ചൂടിൽ വലഞ്ഞു തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് ജലാശയങ്ങളും മറ്റും വരൾച്ച നേരിടുന്നതോടെ ജീവജാലങ്ങൾക്ക് കുടിനീർ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കുട്ടിക്കാനം മരിയൻ കോളേജ് ഓട്ടോണോമസ് നാഷണൽ സർവീസ് സ്കീമിന്റെയും നേച്ചർ ക്ലബിന്റെയും നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിൽ കിളിനീർ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. വേനൽക്കാലത്ത് പക്ഷിമൃഗാദികൾക്ക് ദാഹമകറ്റുന്നതിനായി തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചാണ് കിളിനീർ പദ്ധതി ആരംഭിച്ചത്. കോളേജ് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ പരിസ്ഥിതി പ്രവർത്തകരായ സുനിൽ സുരേന്ദ്രനിൽ നിന്നും തണ്ണീർക്കുടം ഏറ്റുവാങ്ങിക്കൊണ്ട് കോളേജ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ഫാദർ അജോ പേഴുങ്കാട്ടിൽ കിളിനീർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ഈ തണലും കൊടുക്കാനൊക്കെ പറ്റും. നമുക്ക് നല്ല സംരക്ഷണം. ഈ കലാലയ ഒരു തണലാണ്, LSS ഒരു തണലാണ്, നമ്മുടെ മാതാപിതാക്കളുടെ തണലാണ്. പൂമര തണൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നല്ല മണവും നിറവുമുള്ള പൂക്കളുണ്ട്, മണമുണ്ടെന്നുള്ളതാണ്. ഈ തണൽ കൊടുക്കുമ്പോൾ പോലും അതിന് നല്ല അനുഭവമുള്ള തണലായി മാറുക എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ നല്ല ദാഷ്ട്യത്തോടെ അതല്ല അതിൻ്റെ അകത്തൊരു സൗഗന്ധം വേണം. മറ്റേ നമുക്കറിയാമല്ലോ ഈ ചെടികൾക്കൊക്കെ നിങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഈ ചെറിയ ചെറിയ ചെടികൾ പറിച്ചു നോക്കണ്ട, വീട്ടുണ്ടാകുന്ന ചെടികളൊക്കെ നോക്കിയാൽ മതി. ഇന്നത്തെ ചെടികൾക്കൊക്കെ കളറ് കുറവാണ്. ഹൈറേഞ്ചിലൊക്കെ പിന്നെ ഇച്ചിരി കളറൊക്കെ ഉണ്ട്. താഴോട്ട് കോട്ടയം ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ കളറ് കുറവാണ്, മണവും കുറവാണ്. പണ്ടത്തേനേക്കാൾ മണം കുറവുള്ള അല്ലെങ്കിൽ നിറം കുറവുള്ള ഒരു കാലഘട്ടമാണിപ്പോൾ. നല്ല മണവും നിറവുമുള്ള മനസ്സുകളുണ്ടാകട്ടെ. തുടർന്ന് വിദ്യാർത്ഥികൾ കോളേജ് ക്യാമ്പസിലെ വിവിധയിടങ്ങളിൽ തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചു. കോളേജ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജസ്റ്റിൻ PJ, P രതീഷ് കുമാർ, ദിവ്യലക്ഷ്മി S, ലക്ഷ്മിപ്രിയ തുടങ്ങിയവർ കിളിനീർ പദ്ധതിക്ക് നേതൃത്വം നൽകി. കാഞ്ചിയാർ ലബക്കട JP ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആഷർ 2024 എന്ന പേരിൽ കോളേജ് ഡേ സംഘടിപ്പിച്ചു. CST സഭ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജിജോ ഇണ്ടിപ്പറമ്പിൽ CST പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ ഫാദർ ഇബ്രഹാം പാനിക്കുളങ്ങര CST അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര താരവും തിരക്കഥാകൃത്തുമായ അശ്വിൻ ജോസ് മുഖ്യ അതിഥിയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ V വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് CST, കോളേജ് ബർസാർ ഫാദർ ജോബിൻ പേനാട്ടുകുന്നേൽ CST തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് മാഗസിൻ കലന്തികയുടെ പ്രകാശനവും മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും പരിപാടിയുടെ ഭാഗമായി നടന്നു. JPM B.Ed കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി S റോബർട്ട്, യൂണിയൻ അഡ്വൈസർ അഖിൽ കുമാർ M, PTA സെക്രട്ടറി ഫ്രാൻസിസ് മാത്യു, യൂണിയൻ ചെയർമാൻ തോമസ് CB, അധ്യാപകരായ സനു MA, നിതിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സാമൂഹിക ഉന്നമനത്തിനായി ഒത്തൊരുമിച്ച പെൺ ഒരുമ. നെടുങ്കണ്ടത്തെ റോട്ടറി ക്ലബിനെ നയിക്കുന്നത് പെൺ സാരഥികളാണ്. റോട്ടറി കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ വനിതാ സാരഥികളുള്ളത് നെടുങ്കണ്ടത്ത് മാത്രം. ആശ ജേക്കബും ലിസി സിറിയക്കും ഡോക്ടർ സുജ ജേക്കബും
നെടുങ്കണ്ടം റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററുമാണിവർ. കേരളത്തിലെ 4 തമിഴ്നാട്ടിലെ 1 ഉൾപ്പെടെ 5 ജില്ലകൾ ഉൾപ്പെടുന്ന റോട്ടറി കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലെ 170 ക്ലബ്ബുകളിൽ വനിതാ സാരഥ്യമുള്ളത് നെടുങ്കണ്ടത്ത് മാത്രമാണ്. 29 പുരുഷന്മാരും 5 സ്ത്രീകളും ഉൾപ്പെടെ 34 അംഗങ്ങളാണ് നെടുങ്കണ്ടം ക്ലബ്ബിലുള്ളത്. വനിതാ സാരഥികൾ ഇതുവരെ 50ഓളം ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു. നെടുങ്കണ്ടത്ത് സ്വകാര്യ ആശുപത്രിയിൽ 1 കോടി രൂപ മുതൽ മുടക്കിൽ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചതും 3 വീടുകൾ നിർമ്മിച്ചതും ഈ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. നെടുങ്കണ്ടം റോട്ടറി ക്ലബിന്റെ എല്ലാ പ്രധാന ഭാരവാഹികളും വനിതകൾ തന്നെയാണെന്ന കാര്യം വളരെ സന്തോഷപൂർവ്വം പറയുകയാണ്. ഞങ്ങൾ 2023 ജൂലൈയിലാണ് ചാർജ് എടുത്തത്. ഈ 9 മാസം കൊണ്ട് ഞങ്ങൾക്ക് സമൂഹത്തിൽ ഒത്തിരിയധികം നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കാൻ സാധിച്ചു. അതിന് ശരിക്കും ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് റോട്ടറി ക്ലബ് ഓഫ് നെടുങ്കണ്ടത്തിൻ്റെ റോട്ടേറിയൻസ് ആണെന്ന കാര്യം ഇവിടെ പ്രത്യേകം പറയുകയാണ്. ഈ വർഷത്തെ ഞങ്ങളുടെ തീം സ്മൈലായിരുന്നു. സ്കൂൾ സപ്പോർട്ടിന് പോലെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. നെടുങ്കണ്ടം വിമല ബാലഭവനിൽ ഞങ്ങൾ എല്ലാ മാസം പോവുകയും ആ കുട്ടികളുമായിട്ട് സഹകരിച്ച് അവരുടെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും പിന്നെ ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിൽ എല്ലാ ഓണം ക്രിസ്മസിനും ഞങ്ങൾ അവിടെ പോയി അവരുമായിട്ട് സഹകരിച്ച് അവരുടെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. വനിതകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി നിരവധി പദ്ധതികളാണ് ഇവരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. വനിതകൾക്കായി വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരെ അണിനിരത്തി സെമിനാറുകളും സംഘടിപ്പിക്കാറുണ്ട്. ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ ഇനി 5 മാസങ്ങൾ കൂടി ബാക്കി നിൽക്കെ നടപ്പിലാക്കിയ പദ്ധതികളുടെ എണ്ണത്തിൽ സെഞ്ചുറി തികയ്ക്കാനുള്ള ഒരുക്കത്തിലാണിവർ. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. അക്ഷരലോകത്തിന്റെ കാവൽക്കാരിയാണ് നെടുങ്കണ്ടംകാരിയായ KB രാജമ്മ. നെടുങ്കണ്ടം കോമ്പിയാർലി ഗ്രാമീണ ലൈബ്രറിയായ സംസ്കാര ഭൂഷണി വായനശാലയുടെ ലൈബ്രറിയനാണിവർ. കുടിയേറ്റ കാലം മുതൽ അക്ഷരങ്ങളെ സ്നേഹിച്ച കഥകൾ പറയാനുണ്ട് രാജമ്മയ്ക്ക്. ആയിരത്തി 1969 പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജോലിക്കാരിയായാണ് രാജമ്മ കോമ്പയാറിൽ എത്തുന്നത്. അക്കാലം തന്നെ സംസ്കാര ഭൂഷണി വായനശാലയിലെ അംഗമായി. 1970 വിവാഹിതയായതോടെ കോമ്പിയാറിൽ സ്ഥിര താമസമായി. വായനശാലയിലെ സ്ഥിരം സാന്നിധ്യവും. കോമ്പിയാർ പോസ്റ്റ് ഓഫീസിലെ BPM ആയി പ്രവർത്തനം ആരംഭിച്ചതാണ്. അതിനുശേഷം 1970 ആയപ്പോൾ വിവാഹം കഴിച്ച് ഈ ഗ്രാമത്തിൽ സ്ഥിരതാമസമായി. ആ കാലം മുതൽ ഈ വായനശാലയുമായി ബന്ധമുണ്ട്. ഇവിടുന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക മാത്രമല്ല, തുടർന്ന് വന്ന കാലത്ത് ഞാൻ വർഷങ്ങളായി ഈ ലൈബ്രറിയുടെ ഭാരവാഹി കമ്മിറ്റികളിലെ മെമ്പറാണ്. പിന്നെ ഇപ്പോൾ 2016 മുതൽ ലൈബ്രറിയനായി സ്ഥിരമായി ഇവിടെ ജോലി ചെയ്യുന്നു. താൽക്കാലിക ജോലി നഷ്ടമായെങ്കിലും പിന്നീട് ഗ്രാമീണ മേഖലയിലെ പൊതുപ്രവർത്തന രംഗത്ത് ഇവർ സജീവമായി. 1979 2000 നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 79 രാജമ്മയുടെ ഭർത്താവും പഞ്ചായത്ത് അംഗമായിരുന്നു. തിരക്കേറിയ പൊതുപ്രവർത്തന ജീവിതത്തിനിടയിലും ഇവർ പുസ്തകങ്ങളെ മറന്നില്ല. വായനശാലയിലെ സാധാരണ അംഗത്തിൽ നിന്നും കമ്മിറ്റി അംഗമായി മാറി. 2016 മുതൽ ലൈബ്രറിയൻ സ്ഥാനവും ഏറ്റെടുത്തു. ഇന്ന് പുസ്തകങ്ങൾ തേടിയെത്തുന്നവർ കുറവാണെങ്കിലും കോമ്പയാർ സംസ്കാര ഭൂഷണിയുടെ പ്രവർത്തനം വ്യത്യസ്തമാണ്. ഗ്രാമത്തിലെ യുവജനതയെ സർക്കാർ ജോലി ലഭ്യമാക്കാൻ പ്രാപ്തമാക്കുന്ന തരത്തിലാണ് നിലവിലെ പ്രവർത്തനങ്ങൾ. അതുപോലെ ഇപ്പോൾ വായനക്കാർ പഴയതുപോലെ ഇല്ല. പുസ്തകം എടുത്ത് വായിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. എന്നാലും മറ്റു വിവിധ പരിപാടികൾ ഇവിടെ നടക്കാറുണ്ട്. വനിതാവേദി, യുവജനവേദി, ബാലവേദി, സീനിയർ സിറ്റിസൺ, ഇങ്ങനത്തെ വിഭാഗങ്ങളെല്ലാം ഉണ്ട്. ഇതിലെല്ലാം ഓരോ വിഭാഗത്തിൻ്റെയും പരിപാടികൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ ആളുകൾ ഈ യോഗങ്ങളിലെല്ലാം ആളുകളും വരാറുണ്ട്. അങ്ങനെ എല്ലാ വിധ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ റെഫറൻസ് ലൈബ്രറി ആയി പ്രവർത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ജോലി കിട്ടാനുള്ളവരും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടി പുസ്തകങ്ങൾ എടുത്ത് ഇവിടെ ഇരുന്ന് വായിക്കാറുണ്ട്. റെഫറൻസിന് പ്രത്യേക മുറി തന്നെ ലൈബ്രറിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ആ രീതിയിലെല്ലാം പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടക്കുന്ന ഒരു ലൈബ്രറിയാണ് സംസ്കാര ഭൂഷണി ലൈബ്രറി.
കോമ്പയാറിന്റെ ഗ്രാമീണ കൂട്ടായ്മയുടെ പ്രതീകം കൂടിയാണ് സംസ്കാര പോഷിണി വായനശാല. കുട്ടികളും മുതിർന്നവരുമടക്കം ഒത്തുചേരുന്ന ഇടം. അതിന്റെ അമരക്കാരിൽ ഒരാളായി അക്ഷരങ്ങളുടെ കാവൽക്കാരിയായി രാജമ്മയുമുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകിലോട്ട് 230, വിൽപ്പനയ്ക്ക് വന്നത് 74,926, വിൽപ്പന നടന്നത് 73,059, കൂടിയ വില 2,736, ശരാശരി വില 1,450. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 470 രൂപ, ഏലം കൂടിയ വില 1,400, ഏലം ശരാശരി വില 1,200. കാപ്പിപ്പരിപ്പ് 265, ഗ്രാമ്പു 950, കൊക്കോ 150, റബ്ബർ 143. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,010 രൂപ, വെള്ളി 75. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ജില്ലയിലെത്തി. സുരക്ഷിതവും സുതാര്യവുമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ജില്ലകളിലുള്ള സാഹചര്യം വിലയിരുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ UDF സ്ഥാനാർത്ഥി ഡീൻ തന്നെയെന്ന് ഉറപ്പിച്ച പ്രവർത്തകർ. ഇതോടെ തോട്ടം മേഖലകളിൽ ഡീനിനായി ബോർഡുകൾ സ്ഥാപിച്ച് പ്രചാരണം ആരംഭിച്ചു. ഇടതുപക്ഷം മുൻകൂട്ടി പ്രചാരണം ആരംഭിച്ചെങ്കിലും ഇടുക്കി കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് ഡീൻ കുര്യാക്കോസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഹിന്ദു അവകാശ മുന്നേറ്റ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നു. താലൂക്ക് തല വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് ഈ മാസം 9, 10 തീയതികളിൽ. പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ വനിതാ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കട്ടപ്പനയിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. ഈ വർഷത്തെ വനിതാ ദിന പ്രമേയം വർദ്ധിച്ച വനിതാ പങ്കാളിത്തം നാടിന്റെ പുരോഗതിക്ക് എന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.